ഹലോ, നമുക്കൊന്നൊരു ചിക്കൻ കറി റെസിപ്പി ആയാലോ. അപ്പോൾ ഇത് ഞാൻ ബ്ലിങ്കിട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഇത് കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, ഫ്രഷാണ്. ഒരു 450 ഗ്രാം ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് നൈസായിട്ട് കട്ട് ചെയ്ത് നമുക്കിത് വാഷ് ചെയ്തെടുക്കാം. വേറെ ആരും വാഷ് ചെയ്യാനില്ലെങ്കിൽ നമ്മൾ തന്നെ വാഷ് ചെയ്യുക, വേറെ ഓപ്ഷനൊന്നുമില്ല. പിന്നെ നമ്മളിതിൽ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പൊക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക ചിക്കൻ കുറച്ച് നേരത്തേക്ക്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സവാളയും തക്കാളിയൊക്കെ ഇതുപോലെ അരിഞ്ഞ് റെഡിയാക്കി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഒരു പാനിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാളയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളർ അത്ര മതി, ഒരു ഏകദേശം ഊഹൊക്കെ വെച്ച് ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ ഇതിലോട്ട് നമുക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ഇടുക. ഇതിപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞുതരാൻ മാത്രമൊന്നുമില്ല, കാരണം ഞാൻ തന്നെ ഇത് യൂട്യൂബ് നോക്കിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു ഊഹം വെച്ച് നിങ്ങളിലുള്ള പൊടികളൊക്കെ ഇട്ട് സെറ്റാക്കുക. പിന്നെ നേരത്തെ അരിഞ്ഞ് വെച്ച് തക്കാളിയൊക്കെ എടുത്തിടുക. അത് കുറച്ച് ഉടയാൻ വേണ്ടിയിട്ട് മൂടിയൊക്കെ ആയിരിക്കും നല്ലത്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കുക, അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ മൂടി വെച്ചിട്ടുണ്ട്. അപ്പം നല്ല ഗ്രേവി പോലെ കഴിക്കാനാകുള്ളവർക്ക് ഇതായിരിക്കും നല്ലത്. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ചിക്കൻ എടുത്തിടുക. പിന്നെ അതൊക്കെ നന്നായിട്ടൊക്കെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക, ചിക്കനായിട്ട് ഇതാവണമല്ലോ. പിന്നെ എന്താ പറയുക, ഇതിലേക്ക് ആവശ്യമില്ലാണ്ട് വെള്ളമൊന്നും കോരി ഒഴിക്കാൻ നിൽക്കണ്ട, കാരണം ഞാൻ ഒഴിച്ചായിരുന്നു. അപ്പം അതിൻ്റെ ആവശ്യമില്ല. മൂടി വയ്ക്കുമ്പോൾ തന്നെ ചിക്കന് നല്ല വെള്ളം ഇറങ്ങും. അപ്പോൾ മൂടി വെച്ച് വേവിക്കാം ചിക്കൻ നന്നായിട്ട്. പിന്നെ ടേസ്റ്റ് വൈസ് ഇത് നോക്കുകയാണെങ്കിൽ ഇത് വളരെ സിമ്പിളാണ് കേട്ടോ ആക്ച്വലി ഉണ്ടാക്കാൻ. ടേസ്റ്റ് വൈസ് പറയുകയാണെങ്കിൽ അത്ര അടിപൊളി എന്ന് പറയാൻ പറ്റുന്നില്ല, എന്നാലും ഓക്കെയാണ്, സംഭവം കൊള്ളാം. അപ്പോൾ ഇങ്ങനൊരു റെസിപ്പി ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്യാം. ഓക്കെ, ബൈ ബൈ.